അസ്ലാം 2025 മികച്ച നടനായി മാറിയിരിക്കുകയാണ് മോഹൻലാൽ. മഴവിൽ എൻ്റർടൈൻമെൻറ്റ്സ് അവാർഡ് 2025 ഒരു പിടി അവാർഡുകൾ വാരിക്കൂട്ടിയിരിക്കുന്നു മോഹൻലാലിൻ്റെ ഈ വർഷം ഇറങ്ങിയ തുടരുമെന്ന ചിത്രം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മികച്ച നടനായി എത്തിയിരിക്കുന്നത് മോഹൻലാലാണ്. ദ ബെസ്റ്റ് എൻ്റർടൈനർ ഓഫ് ദ ഇയർ, ബെസ്റ്റ് ആക്ടർ മോഹൻലാൽ എന്ന് തന്നെ പറയാം. ദ എൻ്റർടൈനർ ഓഫ് ദ ഇയർ ബെസ്റ്റ് ഫിലിം ബൈ എം രഞ്ജിത്താണ്. ബെസ്റ്റ് ഡയറക്ടർ തരുൺ മൂർത്തിയാണ്. ബെസ്റ്റ് വില്ലൻ പ്രകാശ് വർമ്മ. ബെസ്റ്റ് അപ്കമിങ് ആക്ടർ ബിനു പപ്പുവാണ്. അതേപോലെ തന്നെ ബെസ്റ്റ് ആക്ഷൻ ഡയറക്ടർ സ്റ്റണ്ട് സെൽവയാണ്. അതേപോലെ തന്നെ ബെസ്റ്റ് പെയർ മോഹൻലാൽ ആൻഡ് ശോഭന. ഒരു പിടി അവാർഡുകൾ വാരിക്കൂട്ടിക്കൊണ്ട് തുടരും. ജനഹൃദയങ്ങളിൽ എങ്ങനെ കയറിയോ അതേപോലെ തന്നെ മഴവിൽ എൻ്റർടൈൻമെൻറ്റ് അവാർഡ്സിൽ ഈ ഒരു സിനിമ എത്തുകയാണ്. രജപുത്ര റിലീസിൻ്റെ ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് ആദ്യം എത്തുമ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു ഇതൊരു സാധാരണ ചിത്രമല്ലേ, എന്തിന് OTT-കാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളത്. പക്ഷേ ഇന്ന് OTT-യിൽ അടിപിടിയായിരുന്നു ഈ ഒരു സിനിമ കിട്ടാൻ വേണ്ടിയിട്ട്. റിലീസ് വൈകി, പിന്നീട് റിലീസ് ചെയ്തപ്പോൾ അതൊരു ചരിത്രമായി. മലയാളത്തിലെ മറ്റൊരു 200 കോടി, അതായത് തനതായ 200 കോടി, ജനങ്ങൾ നൽകിയ 200 കോടി ചിത്രമെന്ന് തന്നെ പറയാം. എല്ലാ പ്രേക്ഷകരും ഒരേ ഹൃദയത്തോടെ ഒരേ മനസ്സോടെ വീണ്ടും വീണ്ടും കണ്ട ആ ഒരു ചിത്രം തുടരും. മോഹൻലാലിൻ്റെ ഏറെ നാളുകൾക്ക് ശേഷം വന്ന മികച്ച ഒരു ചിത്രം. പ്രകാശ് വർമ്മ അവതരിപ്പിച്ച മികച്ച വില്ലൻ, ഒപ്പം കട്ടയ്ക്ക് ബിനുപ്പപ്പു കൂടിയായപ്പോൾ അതൊരു ഒന്നൊന്നര സിനിമയെ. പിന്നീട് മലയാളികളുടെ ഏറ്റവും ഫേവറിറ്റ് ജോഡി മോഹൻലാലും ശോഭനയും ഒരിക്കൽ കൂടി അഭ്രപാടികളിൽ ഒരുമിച്ചപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഈ കൂട്ടുകെട്ട് ഇനിയും വേണമെന്നുള്ള മലയാളിയുടെ മോഹം എത്രത്തോളം ആഴത്തിൽ അവരുടെ ഹൃദയങ്ങളിൽ പതിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. 2025 ഒട്ടുമിക്ക അവാർഡുകളും വാരിക്കൂട്ടിയിരിക്കുകയാണ് തുടരുമെന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ ആൻഡ് ടീം എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തണം. ലാൽ സലാം.